ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അവലും അതേപോലെ തന്നെ സവാളയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ നല്ല ചൂടോടുകൂടി സോസിൻ്റെയൊക്കെ കൂടെ ഇതേപോലുള്ള കുട്ടി കുട്ടി സ്നാക്സ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, അതും ഏറ്റവും കുറഞ്ഞ ചേരുവയിൽ. അപ്പോൾ തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ അവൽ കൊണ്ടുള്ള നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിന് വേണ്ടി ആദ്യം തന്നെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് 1 കപ്പ് അവലാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് തീരെ കനം കുറഞ്ഞ 1 കപ്പ് അവലാട്ടോ. നല്ല ചുമന്ന കട്ടിയൊക്കെ ഉള്ള അവലാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്നിങ്ങ് കുതിർത്തിയെടുത്തതിന് ശേഷം വേണം ഇതേപോലെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ തീരെ കനം കുറഞ്ഞ അവലായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലൊന്നും കുതിർത്തി വെക്കുന്നില്ല, നേരിട്ട് തന്നെ അങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവലിൻ്റെ കൂടെ തന്നെ വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ മീഡിയം സൈസുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം നമുക്ക് എടുക്കാം. തീരെ കനം കുറച്ച് ഇതേപോലെ അങ്ങ് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് നീളമൊന്നും വേണ്ട, എന്നാൽ തീരെ അങ്ങ് പൊടിയായിട്ട് കട്ടും ചെയ്യേണ്ട. ഈ ഒരു രീതിക്ക് അങ്ങ് കട്ട് ചെയ്തിട്ടാൽ മതി. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തിട്ടോ. തീരെ എരിവൊക്കെ കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം. ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ മിക്സിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ജീരകം എടുത്ത് നമ്മുടെ ഉള്ളിക്കല്ലിൽ വെച്ച് നന്നായിട്ട് ഇതേപോലെ ഒന്നിങ്ങ് ചതച്ചെടുത്താലും മതി. ശരിക്കും ഇങ്ങ് പൊടിഞ്ഞ് വരണം. ആ ഒരു രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അത്രമാത്രം മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കൂടെ തന്നെ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ. അത് ചതച്ചൊന്നും ചേർക്കണ്ട, പൊടിയും ചേർക്കണ്ട. ഇതേപോലെ നേരിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും കൂടി പോകണ്ട, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം മതി. കൂടെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ മുളക് പൊടി ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇതിനകത്തേക്ക് ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 2 തണ്ട് കറിവേപ്പില ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർക്കേണ്ട, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയോ അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കൂടെ തന്നെ വേണ്ടത് കടലമാവാണ്. നമ്മളിങ്ങ് ഫ്രൈ ചെയ്യാൻ നേരത്ത് ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ നല്ല കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കടലമാവിൻ്റെ കൂടെ തന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മതിയാവും, ഒരുപാട് കൂടുതലൊന്നും ആയി പോകണ്ട. കടലമാവും അതേപോലെ തന്നെ അരിപ്പൊടിയും സവാളയും ബാക്കി എല്ലാ ചേരുവകളും ആ അവലുമായിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്നിങ്ങ് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കൈ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഇതെല്ലാം കൂടി ഇതേപോലെ നന്നായിട്ടൊന്നിങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാം കൂടി ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്നിങ്ങ് കുഴച്ചെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നോക്കിയിട്ട് ഇതേപോലെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ശരിക്കും ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഉണ്ടോ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ലൊരു ഷേപ്പ് കിട്ടുന്ന ആ ഒരു തരത്തിൽ വരുന്നവരെ വെള്ളം ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ ഇങ്ങ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, ഇതിപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് കട്ടിക്ക് ശരിക്കും ഇങ്ങ് ഓയിലിട്ട് കഴിയുമ്പോൾ ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ ഷേപ്പ് കിട്ടുന്ന ആ ഒരു രീതിയിൽ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തുന്നത് വരെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റെസ്റ്റ് ഒന്നും ചെയ്യുന്നുണ്ട് നമ്മൾ വെക്കുന്നില്ല, ചൂടായ ഓയിലിലേക്ക് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് പറ്റിയിട്ട് ഇതേപോലെ കുട്ടി സ്നാക്സ് പോലെ നമുക്കങ്ങ് റെഡിയാക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് കനത്തിലൊന്നും ആയി പോകരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ ആണെങ്കിലും വെന്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ തീരെ കനം കുറച്ച് ഒന്ന് പതുക്കെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും ഓയിലിലേക്ക്. അപ്പോഴാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് 2 വശം മുരിഞ്ഞു വരികയും ചെയ്യും. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല വെന്ത് വരാനായിട്ട്. ഒരു വശമൊക്കെ പതുക്കെ ഒന്ന് കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ചുമന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സവാളയുടെയും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അവ മറിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ മറുവശവും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം.
ഗ്യാസ് ഒരുപാട് കൂട്ടി വെക്കുകയും ചെയ്യരുത്, അതേപോലെ തന്നെ തീരെ കുറച്ച് വെക്കുകയും ചെയ്യരുത്. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. കേട്ടോ, അത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി ശരിക്കും ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ അവലും സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കടലമാവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ, കടലമാവ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി നല്ലൊരു സോസിൻ്റെ കൂടി നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതാ അടുത്ത ബാച്ച് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. 2 വശം റെഡിയായി കഴിഞ്ഞ് ഇതേപോലെ നന്നായിട്ട് റെഡിയായി വന്നപ്പോൾ കോരിയെടുത്ത് അതും മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി റെഡിയാക്കാനുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് അവലിൽ നിന്നാണ് ഇതാ ഇതേപോലുള്ള കുട്ടി കുട്ടി സ്നാക്സ് ആയിട്ട് ഒരു പ്ലേറ്റ് നിറയെ തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചായക്ക് എളുപ്പത്തിലുള്ള ഈ സ്നാക്സ് റെഡിയാക്കി നോക്കുക. കണ്ടോ, അതാ ഒരു പ്ലേറ്റ് നിറയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുറം ഭാഗമൊക്കെയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ്, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ തീരെ കുറഞ്ഞും പോകരുത്. കയ്യിലെടുത്ത് കഴിയുമ്പോൾ വിട്ടു പോരാത്ത ആ ഒരു പരുവത്തിൽ എത്തുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ദാ ഇതേപോലെയാണ് ഉള്ളൊക്കെ ഇരിക്കുന്നത്. കണ്ടോ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസായിട്ട് എടുത്തിരിക്കുന്നത്. നല്ലൊരു ചൂട് ചായയും കൂടി ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ സിമ്പിൾ സ്നാക്സ് ഒക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.